ഹലോ. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 10 മടങ്ങാണ്. ഓക്കെ, 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതലാണ്. ഓക്കെ, എന്നാൽ അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ തന്നെ ഇക്വേഷൻ ഫോം ചെയ്യാം. അച്ഛൻ്റെ വയസ്സ് എ ആയിട്ടും മകൻ്റെ വയസ്സ് എം ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 10 മടങ്ങാണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 10m. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 6 കൂടുതൽ. അപ്പോൾ ഈ +10 അച്ഛനും മകനും ബാധകമാണ്. അപ്പോൾ a + 10 ഇസ് ഈക്വൽ ടു 2 മടങ്ങ്. അപ്പോൾ 2 × m + 10 6 കൂടുതൽ +6. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ a + 10 ഇസ് ഈക്വൽ ടു 2m + 2 × 10 20 + 6. ഫസ്റ്റത്തെ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് a ഇസ് ഈക്വൽ ടു 10m ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 10m + 10 ഈക്വൽ ടു 2m + 20 + 6. ഇനി എമ്മിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം, വാല്യൂസിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ 10m - 2m ഈക്വൽ ടു 20 + 6 അവിടെ ഉണ്ട്, +10 അങ്ങോട്ട് പോകുമ്പോൾ -10. അപ്പോൾ 26 - 10 ദാറ്റ് ഈസ് 16 വരും. 10m - 2m 8m. അപ്പോൾ 8m ഇസ് ഈക്വൽ ടു 16. m ഇസ് ഈക്വൽ ടു 16/8. 8നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ആവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ m എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ a ഇസ് ഈക്വൽ ടു 10m ആണ്. 10 × 2 ദാറ്റ് ഈസ് 20 ആയിരിക്കും അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?